അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങളിലെ ചിലർക്ക് സ്വർഗം നിർബന്ധമാ. നിങ്ങളിലെ ചിലർക്ക് സ്വർഗം നിർബന്ധമാ. ആർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്, ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ഏത് പെണ്ണിനാണ് സ്വർഗം നിർബന്ധമെന്നറിയുമോ? ഏത് പിതാവിനാണ് സ്വർഗം നിർബന്ധമെന്നറിയുമോ? പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ. പടച്ചവനെ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം എന്തായാലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുമല്ലോ. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നവര്, ഈ ജീവിച്ചിരിക്കുന്ന നീ നല്ലവനാണെന്ന് ഈ നാട്ടുകാർ മുഴുവനും പറയുന്നു, നിന്റെ കുടുംബക്കാര് പറയുന്നു, നിന്റെ മഹല്ലുകാര് പറയുന്നു, എല്ലാവരും നീ നല്ലവളാണെന്ന് പറയുന്നു, നീ നല്ലവനാണെന്ന് എല്ലാവരും പറയുന്നു. എന്നാ സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയുമോ? ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ച മനുഷ്യനെ കുറിച്ച്, മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് നാല് പേര് അവൻ നല്ലവനാണെന്ന് പറഞ്ഞ, പെങ്ങളെ, നീ മരണപ്പെട്ടതിന് ശേഷം, നീ മരിച്ചു പോയതിന് ശേഷം 4 പേര് നീ നല്ലവളാണെന്ന് പറഞ്ഞാൽ, നാല് പേര് നീ നല്ലവളാണെന്ന് അല്ലാഹുവോട് സാക്ഷി പറഞ്ഞ, വജബതു ലഹുൽ ജന്നാ, ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്നവര് മുഴുവനും വേണമെങ്കിൽ പറയും, നീ നല്ലവനാ, സിറാജ് നല്ലവനാ, സിറാജ് നല്ലവനാന്ന് നിങ്ങളൊക്കെ പറയും. ഒരു കാര്യമില്ല ചങ്ങാതി. ഞാൻ മരിച്ചതിന് ശേഷം 4 പേര് ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? ഉറക്കെ പറ, എത്ര പേര്? 4 പേര് നീയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ, സഹോദരി, നീ നല്ലവളാണെന്ന് 40,000 പേര് പറയണ്ട. 4 പേര് നീ നല്ലവളാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. പറയുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞ 4 പേര് നിങ്ങളെ കുറിച്ച് നല്ലത് പറയുമോ എന്ന് മനസാക്ഷിയോട് ചോദിക്കും. പറയോ വാപ്പ? താത്തമാരെന്ത് പറയുന്നു? നീ മരണപ്പെട്ടു പോയാൽ നിന്നെ കുറിച്ച് 4 പേര് നല്ലത് പറയോ? താത്ത ഇരുന്ന് ചിരിക്കുന്നുണ്ട്. സിറാജേ, അതാരെങ്കിലൊക്കെ പറയും. ഇതേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയും, അതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് കരുതിയാൽ വെറുതെയാ. ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. റോഡിലൂടെ തെക്കുവടക്ക് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാക്ഷി പറയേണ്ടവന് യോഗ്യതയുണ്ടാകണം. നിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോ റോഡേ പോയവനല്ലല്ലോ സാക്ഷി നിർത്തിയത്. അപ്പൊ പറയേണ്ട 4 പേര് പറയണം. ഏതെങ്കിലും വായി നോക്കി നടക്കണ ചങ്ങാതി പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് മുസ്തഫയ്ക്ക മരിക്കുമ്പോ മുസ്തഫയ്ക്ക നല്ലവനാണ് എന്ന് 4 പേര് പറഞ്ഞാൽ മെമ്പറൊക്കെ പിന്നെ അള്ളാഹുടെ മുമ്പിൽ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പള്ളിയിലെ ഖതീബാണെങ്കിലും പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും വഅദ് പറയുന്ന സിറാജ് ആണെങ്കിലും മരിച്ചതിന് ശേഷം 4 പേര് സാക്ഷി പറയണം നല്ലവനാണെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രാണികളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ആ 4 പേര് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 4 പേരാരാ? ആ 4 പേരാരാ? ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. പടച്ചവനെ, പറയേണ്ട ഒന്നാമത്തെ ആളാരാണെന്നറിയുമോ? പറയേണ്ട ഒന്നാമത്തെ ആളാരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ 63-ാമത്തെ വയസ്സിലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോ മരണവാർത്ത അറിഞ്ഞവർ നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് അറിഞ്ഞവർ കരയുകയാണ്. എല്ലാവരും വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഓടുകയാണ്. പ്രായമുള്ളവനാകട്ടെ, കുട്ടികളാകട്ടെ, യുവാക്കളാകട്ടെ, രോഗികളാകട്ടെ, ആണുങ്ങളാകട്ടെ, പെണ്ണുങ്ങളാകട്ടെ, അതാ പടച്ചവനെ, ലോകത്തിന്റെ നേതാവിന്റെ മരണവാർത്ത അറിയുമ്പോ നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ പരിസരത്തേക്ക് ജനങ്ങളെ മുഴുവനും ഓടുകയാണ്. പടച്ചവനെ, ഒരു നാട് മുഴുവനും കരയുകയാണ്. ഒരു നാട് മുഴുവനും കരയുകയാണ്. മദീന മുഴുവനും തേങ്ങുകയാണ്. പടച്ചവനെ, കരയല്ലേ എന്ന് പറയാൻ പോലും ഒരാളില്ല. കരയല്ലേ, പടച്ചറപ്പിന്റെ തീരുമാനമാണെന്നൊന്ന് സമാധാനിപ്പിക്കാറ്. ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ കരയുന്ന കുടുംബക്കാരനോട് കരയല്ലേ എന്ന് സമാധാനിപ്പിക്കാറ് ഒരാളെങ്കിലും കാണുമല്ലോ. എന്നാ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നടന്നപ്പോ സമാധാനിപ്പിക്കാൻ ആളില്ല. സമാധാനിപ്പിക്കേണ്ട ആൾക്കാര് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. ഉമർ തങ്ങളാണെങ്കിൽ ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വബോധം നഷ്ടപ്പെട്ട ആളെ പോലെ നടക്കുകയാണ്. ആരാണടാ എന്റെ നബി തങ്ങൾ വഫാത്ത എന്ന് പറയുന്നത്? പറയുന്നവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു ഉമർ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ തടർന്നു കിടക്കുകയാണ്. അലിയാർ തങ്ങൾ മിണ്ടുന്നില്ല. ബിലാൽ തങ്ങളെ തടർന്നു കിടക്കുകയാണ്. സഹാബത്ത് മുഴുവനും കരയുകയാണ്. സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോ തിങ്കളാഴ്ചയാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി. നബി തങ്ങളുടെ ജനാസ എവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജനാസ എവിടെ വെക്കേണ്ടി വന്നതെന്നറിയോ? നേതൃത്വമില്ലടോ, നേതാവില്ലടോ. എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാളില്ല. എവിടെയാണ് ഖബറടക്കേണ്ടത്? ആരാണ് കഫദാ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് കഫം പൊതിയേണ്ടത്? പടച്ചവനെ, മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ പറയാൻ ഒരാൾ പോലുമില്ലാതെ പ്രവാചകന്റെ ജനാസ എവിടെ വെച്ചിരിക്കുകയാണ്. അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കടന്നു വരികയാണ്. പടച്ചവനെ, ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. ധൈര്യമില്ലാത്ത സ്വഹാബിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. നബി തങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. അവസാനം മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്ന സ്വഹാബാ. പടച്ചവനെ, അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു നേതാവ് കടന്നു വന്നു. ഇസ്ലാമിന് ഒരു നേതാവ് കടന്നു വന്നു. പടച്ചവനെ, പ്രവാചകന്മാര് വഫാത്താകുന്ന സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കേണ്ടത്. പടച്ചവനെ, ആരാണ് ഖബർ കുടിക്കേണ്ടത്? ആരാണ്
ബയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി പടച്ചവന് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് നിസ്കരിച്ചിട്ട് പ്രവാചകന്റെ ജനാസ ഖബറടക്കുകയാ. അങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. 2 വർഷവും 3 മാസവും അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഭരണം നടത്തുകയാ. പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുന്നു, ഇനി ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. ഇല്ലെങ്കിൽ പ്രവാചകന്റെ ജനാസ വെക്കേണ്ടി വന്നത് നേതാവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് 2ാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 2ാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വന്നതെന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. പടച്ചവനെ ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വരുന്നത്, അല്ലാഹുവേ ഉമറിനെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. സാധാരണ കാണുന്നത് പോലെ എപ്പോഴും ഞാൻ ഉമറിനെ കാണാറുണ്ട്. പരസ്യമായി നോക്കിയാ ഉമർ നല്ലവനാണ്. പരസ്യമായി നോക്കുകയാണെങ്കിൽ ഉമർ നല്ലവരാണ്, അല്ലാഹുവിനെ പേടിയുള്ളവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ഉമറിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ. പരസ്യമായി നോക്കിയാ നല്ലവനാണ്, രഹസ്യമായി ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് അറിയണം. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയക്കുന്നവന് വേണം അധികാരം കൊടുക്കാൻ. അതുകൊണ്ട് ഉമർ തങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അതിനെന്ത് ചെയ്തെന്നറിയുമോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. എന്തിനാണ് ഉസ്മാനിനെ വിളിക്കാൻ കാരണമെന്നറിയുമോ? ഈ ഉമറിന്റെ ഫ്രണ്ടാണ്, ഈ ഉമറിന്റെ സുഹൃത്താണ്, ഈ ഉമറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഉസ്മാൻ. ഇവര് 2 പേരും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവര് 2 പേരും വല്ലാത്ത ചങ്കകളാണ്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ, എന്റെ മരണം അടുത്തിരിക്കുന്ന ഉസ്മാൻ, ഉമറിനെ ഭരണമേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. ഉസ്മാൻ, നീ കൂട്ടുകാരനാണല്ലോ, എപ്പോഴും ഉമറിന്റെ കൂടെ നടക്കുന്നവനാണല്ലോ. അതുകൊണ്ട് ഉസ്മാനെ, എനിക്ക് നീ ഉമറിന്റെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരുമോ? അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് അതാ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉമർ നല്ലവനാണ്, രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും എൻ്റെ ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാ. ഞാനാ
ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത്. ഉമറിന് അധികാരം ധൈര്യമായിട്ട് കൊടുക്കാ. ഉമർ നല്ലവനാ, ഉമർ നല്ലവനാ. പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അവിടുന്ന് അല്ലാഹുവിനെ സാക്ഷി പറഞ്ഞിട്ട് അവിടുന്ന് സാക്ഷി നിർത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരോട് ചെറുപ്പക്കാരോട്, ഉമ്മ പെങ്ങള്, അല്ലാഹുവിന്റെ മുമ്പിൽ നീ മരിച്ചതിന് ശേഷം നീ നല്ലവളായിരുന്നു, നീ നല്ലവനായിരുന്നു എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നല്ലവരായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ നല്ലവനായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനാ. നിന്റെ കൂട്ടുകാരി പറയണം നീ നല്ലവളാണെന്ന്. നിന്റെ കൂട്ടുകാരി പറയണം നീ നല്ലവളാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറയാൻ ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്കെല്ലാവർക്കാ ഉള്ളത്. നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്. എന്നാൽ ആ കൂട്ടുകാരനുമായിട്ട് നിങ്ങളൊന്ന് പിണങ്ങിക്കേ. നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമായി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് പിണങ്ങി നോക്കിക്കേ. നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ ചരിത്രം വിളിച്ചു പറയും. നിന്റെയൊക്കെ സ്വഭാവം നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ഫ്രണ്ട് വിളിച്ചു പറയും. അതാണ് നിന്റെ കൂട്ടുകാരി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവളാണെന്ന് പറയാൻ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ ഉമ്മ നിനക്ക്? നിന്റെ കൂട്ടുകാരി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആമിന നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയോ? നീ ഇന്ന് പള്ളിയിൽ വന്നോ, നിസ്കരിച്ചോ? ഒരിക്കലെങ്കിലും നിന്റെ ഫ്രണ്ട് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാരൻ ചോദിക്കില്ല, നമ്മുടെ കൂട്ടുകാർ ഒരിക്കലും ചോദിക്കില്ല. നമ്മുടെ കൂട്ടുകാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുന്നവരാ. നമുക്കാർക്കും ഒരു നല്ല കൂട്ടുകാരില്ല, നമുക്കൊരാൾക്കും ഒരു നല്ല കൂട്ടുകാരില്ല. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരെന്നറിയുവോ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? പഠിക്കടാ ചെറുപ്പക്കാരാ, പെങ്ങളെ, കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? രണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുന്ന രണ്ട് കൂട്ടുകാരെ പറഞ്ഞു തരട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രാത്രി വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്നിട്ട് പറഞ്ഞു വുളുവെടുക്കാൻ. അവിടുന്ന് വുളുവെടുത്ത് കഴിയുമ്പോ ആരാരുമില്ലാത്ത മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. രണ്ടുപേരും നിസ്കരിക്കുകയാണ്, രണ്ടുപേരും നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറഞ്ഞു, സഅദ്, നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മുഖത്തിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. ഇനി കാണുമോ എന്നറിയില്ല, തിരിച്ചു വരുമോ എന്നറിയില്ല. അതുകൊണ്ട് സഅദ്, നിനക്കെന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാ. എനിക്ക് വേണ്ടത് ഞാനും അല്ലാഹുവിനോട് ദുആ ചെയ്യാ. നീ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ. രണ്ട് ഫ്രണ്ട്സുകളും തീരുമാനിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു, ആദ്യം നീ ദുആ ചെയ്യടാ സഅദ്. സഅദ് തങ്ങൾ ദുആ ചെയ്തു. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ, അല്ലാഹുവേ, ഒരു ധീരനെ വേണം എനിക്ക് എതിരാളിയായി തരാറ്, ശത്രുക്കളുടെ നേതാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാറ്. എനിക്കവനെ വധിക്കണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. ഉഹദിന്റെ രണാങ്കണത്തിൽ എന്റെ കൈകൊണ്ട് എനിക്കവനെ വധിക്കണം തമ്പുരാന്. എന്നിട്ട് എനിക്ക് ജീവനോടെ എന്റെ വീട്ടിലേക്ക് വരണമല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ആമീൻ പറയുകയാണ്. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്തതെന്നറിയുവോ? അല്ലാഹുവേ,
നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ പടച്ചവനെ കരുണയുണ്ടാകാൻ പാടില്ല. അവന് മനുഷ്യത്വമില്ലാത്തവനായിരിക്കണം, അവന് ക്രൂരനായിരിക്കണം. അങ്ങനെ ഉള്ള ഒരു എതിരാളിയെ എനിക്ക് നീ തരണേ അല്ലാ. അവൻ എന്റെ 2 കാലും വെട്ടിമുറിക്കണം തമ്പുരാന്, അവൻ എന്റെ കൈ വെട്ടിമുറിക്കണം തമ്പുരാന്, അവൻ എന്റെ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവൻ ഉഹദിന്റെ രണാങ്കണത്തില് കെട്ടി തൂക്കണേ അല്ലാ. എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ, എന്നെ ജീവനോടെ മടക്കല്ല അല്ലാ. തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാ. അങ്ങനെ പടച്ചവനെ 2 പേരും സലാം പറഞ്ഞ് പിരിയുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കഴിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളും രണാങ്കണത്തിലാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എന്റെ ദുആ സ്വീകരിച്ചല്ലോ അല്ലാ. ഞാൻ ചോദിച്ചത് എനിക്ക് തന്നല്ലോ അല്ലാ. ഒരു യോദ്ധാവിനെ അവിടെ നിന്ന് വധിക്കുകയാ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ രണാങ്കണത്തിലൂടെ ഓടുകയാണ്. തന്റെ ഫ്രണ്ടിനെ തെരഞ്ഞ്, തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തെരഞ്ഞ്, തന്റെ സുഹൃത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയണമല്ലോ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. 2 കാലും വെട്ടിമുറിച്ചിട്ടുണ്ട്, 2 കൈയും വെട്ടിമുറിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടെ ചെവിയാടെങ്കിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. മൂക്ക് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാ. അങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടെ ചാരത്തേക്ക് തന്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബീ വഖാസ് ചെല്ലുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, സഅദേ, അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് പറയാം, എന്റെ കൈ കൊടുത്തല്ലോ, എന്റെ കാല് കൊടുത്തല്ലോ, എന്റെ ചെവി കൊടുത്തല്ലോ, എന്റെ മൂക്ക് കൊടുത്തല്ലോ, എന്റെ ജീവിതം കൊടുത്തല്ലോ. എനിക്ക് പടച്ചവനോട് പറയാമല്ലോ, സഅദേ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് നീ സാക്ഷി പറയടേ. നീയാണടാ സാക്ഷി, സഅദേ, നീയാണടാ സാക്ഷി. എന്റെ ഫ്രണ്ടായ നീ വേണം അല്ലാഹുവിനോട് സാക്ഷി പറയാൻ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് തന്നെയാ ഖുർആൻ പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പമാര്, ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ? നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് പോയി നിന്നിട്ട് പടച്ചവര്, ഇവൻ എന്റെ ഫ്രണ്ടാ അല്ലാ, ഇവൻ നല്ലവനാണല്ലോ എന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് നിനക്ക് സ്വർഗം വാങ്ങിത്തരാൻ ഒരു നല്ല കൂട്ടുകാരൻ ആർക്കാ ഉള്ളത്? പെങ്ങളെ, ഒരു നല്ല കൂട്ടുകാരിയുണ്ടോ? നമ്മുടെ കൂട്ടുകാര് മുഴുവനും നമ്മളെ പിഴപ്പിക്കുന്നവരാണോ? നമ്മളെ പിഴപ്പിച്ചത് നമ്മുടെ ഫ്രണ്ടല്ലേ. വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ? പടച്ചവനെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ചതാരാ? കഞ്ചാവും കള്ളും കുടിക്കാൻ പഠിപ്പിച്ചതാരാ? സിനിമയ്ക്ക് പോകാൻ പഠിപ്പിച്ചതാരാ? കള്ളത്തരങ്ങള് കാണിക്കാൻ പഠിപ്പിച്ചതാരാ? പെങ്ങള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന നീ കൂട്ടുകാരി കാമുകനെ കാണാൻ പോയപ്പോ കാവല് നിൽക്കാൻ പോയവളല്ലേ. ഇന്ന്
ഇതൊന്നും നിനക്ക് ആവശ്യത്തിന് കാമുകന്മാരെ നിനക്ക് ഒപ്പിച്ചു തന്നതാരാ? നിന്നെ പിഴപ്പിച്ചതാരാ? നിന്നെ നശിപ്പിച്ചതാരാ? നിന്റെ ഫ്രണ്ടല്ലേ, നിന്റെ പെണ്ണല്ലേ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണമടോ, നല്ല ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുക്കണമടോ. ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. എന്താണ് പ്രതിഫലമെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാരി വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോ നിബിധങ്ങൾ പറയുകയാ, നല്ല ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഗതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലതാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. പിഴപ്പ ചെറുപ്പക്കാരാ, നീ പറയുന്നത് വല്ലാത്ത ചൂടാണെന്നല്ലേ ഉസ്താദേ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ചൂടാട്, വല്ലാത്ത വിയർപ്പാട്. നിങ്ങളെ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 11 മണിയെടുത്തു. ഇപ്പോഴും വിയർക്കുകയാ, ഇപ്പോഴും ചൂടെടുക്കുകയാ. ഇത് വലിയ ചൂടാണെന്ന് നീ പറയുന്നു, ഇത് വല്ലാത്ത വിയർപ്പാണെന്ന് പറയുന്നു. എങ്കിലെ ചെറുപ്പക്കാരാ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടൊക്കെ എവിടെയാണെന്നറിയുവോ? ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. എല്ലാരും പറയുന്നത് വല്ലാത്ത ചൂടാണെന്നാ. ഉസ്താദെ, വല്ലാത്ത ചൂട്, വല്ലാത്ത വിയർപ്പ്. 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങൾക്കും. എന്നാൽ തലയുടെ ഒരു ചാണ് മുകളിൽ സൂര്യൻ വരുന്ന ദിവസമാണ് മഹ്ശറ. നീ ചോറ് വെക്കുമല്ലോ വീട്ടില്, കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ നിറഞ്ഞ് കവിയാറില്ലേ? നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോട് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഇതുപോലെ ഒരു സ്റ്റേജ് കാണാം. അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറിയിരിക്കുക, ആവശ്യത്തിന് സ്ഥലമുണ്ട്, ഒരു കസേര എടുത്തോണ്ട് വന്നിരുന്നാ മതി, ആരും ഒന്നും പറയില്ല. എന്നാൽ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ 7 വിഭാഗം ആൾക്കാർക്ക് കസേരയുണ്ട്. അള്ളാഹുവിന്റെ അർശിന്റെ താഴെ നാളെ 7 വിഭാഗം ആൾക്കാർ അള്ളാഹു ആദരിക്കും. ആ സ്റ്റേജിനകത്തിരിക്കേണ്ട VVIPകൾ 7 വിഭാഗമാ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? ചെറുപ്പക്കാരാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ, അള്ളാഹിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ. പെങ്ങളെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്ക് നാളെ അവിടെ ഒരു സീറ്റ് ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുക വാപ്പമാര്, നല്ല കൂട്ടുകാരെ
തെരഞ്ഞെടുത്തോ? ഉസ്താദ് പറഞ്ഞല്ലോ, ഖതീബ് പറഞ്ഞല്ലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. നബി തങ്ങൾ ആ സിംഹാസനത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, സ്വഹാബാ, ഈ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല സ്വഹാബാ, ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? അല്ല സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രവാചകന്മാര് കൊതിക്കുകയാണ്, സുഹദാക്കള് കൊതിക്കുകയാണ്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് അവര് കൊതിക്കും ആ സിംഹാസനം ഒന്ന് കിട്ടാറ്. ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കള് അവര് കൊതിക്കും ആ സിംഹാസനം ഒന്ന് കിട്ടാറ്. അതാർക്കുള്ളതാ നബിയേ? അത് പ്രവാചകന്മാർക്കുള്ളതല്ല, അത് ശുഹദാക്കൾക്കുള്ളതല്ല. പിന്നെ ആർക്കുള്ളതാ നബിയേ? ഉമ്മു ഖൗമന തുഹാബു ബിറൂഹില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ, അവർക്കുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. ഈ നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും നന്മ ചെയ്യുന്നവനും അല്ലാഹുവേ എല്ലാ ഇബാദത്തുകളും ചെയ്യുന്ന പെണ്ണും കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാൻ നമ്മൾ തയ്യാറാകും. നീ എന്തിനാണ് അവളെ സഹായിച്ചത്? വാടാ, അടിച്ചോണ്ട് വാടാ. ഏതെങ്കിലും അച്ഛനും അമ്മയും കഷ്ടപ്പെടുത്തു വളർത്തുന്ന പൊന്നുമോളെ നീ അടിച്ചിറക്കി കൊണ്ടുവാ, ഞാൻ സാക്ഷി പറയാം, ഞാൻ നിൽക്കാൻ കൂടെ. നിസ്കരിക്കുന്നവന്, പള്ളിക്ക് വരുന്നവൻ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനും അതിന് തയ്യാറാവുകയാ. എന്ത് കള്ളത്തരവും നീ ചെയ്യത്തില്ല നിന്റെ ഫ്രണ്ടിന് വേണ്ടി. ചോദിച്ചാ പറയും, ഫ്രണ്ടല്ലേ ഉസ്താദേ, എന്റെ ചങ്ങാതിയല്ലേ, എന്റെ കൂട്ടുകാരന് വേണ്ടി, എന്റെ കൂട്ടുകാരികൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ വൈലതാ ലൈതനീ ലമ്മ അത്തഖിദു ഫുലാനൻ ഖലീലാ. കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യണ ചില ചങ്ങാതിമാരുണ്ട്. അവര് കള്ളു കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കത്തില്ല, പക്ഷേ കൂട്ടുകാർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു കൊടുക്കും. അല്ലാഹ് പറയുകയാ, നാളെ നീയൊക്കെ കരയും. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് നീ തന്നെ ശപിക്കും, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ. അല്ലാഹുവേ പരലോകത്ത് വെച്ച് പറയടാ, നിന്റെ കൂടെ കൂടാതിരുന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നടാ.